നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. കപ്പലിന് ആവശ്യമായ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും അറിയാൻ മേലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പലിപ്പം നങ്കൂരത്തിൽ കിടക്കുവാണ്. ഇപ്പോൾ സമയം രാത്രിയായി. ഇപ്പോൾ നങ്കൂരത്തിൽ കിടക്കുന്ന കപ്പലിൽ എന്തൊക്കെ ലൈറ്റുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇടാറുള്ളതെന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്തായിട്ടാണ് നിൽക്കുന്നത്. സാധാരണ കപ്പൽ നങ്കൂരത്തിൽ കിടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പം കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്തെ ഒരു മാസ്റ്റ് ഉണ്ട്. അതിന് മുകളിലായിട്ട് 360 ഡിഗ്രിയിൽ കാണാൻ സാധിക്കുന്ന രീതിയിലൊരു വൈറ്റ് കളർ ലൈറ്റ് ആവശ്യമുണ്ട്. അത് നമുക്കിപ്പം നോക്കാം. ഇതാണ് മാസ്റ്റ്. അതിൻ്റെ ഏറ്റവും മേളിലായിട്ടൊരു ലൈറ്റ് കാണാം. അതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈറ്റ്. അതോടൊപ്പം തന്നെ കുറേ ലൈറ്റുകൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിയമപ്രകാരം കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്തും അതുപോലെ ഏറ്റവും പുറകുവശത്തും ഓരോ വൈറ്റ് ലൈറ്റ് ആവശ്യമുണ്ട്. അതുകൂടാതെ 100 മീറ്റർ നീളത്തിൽ കൂടുതലുള്ള കപ്പലുകളെല്ലാം നമ്മുടെ കപ്പലിലെ ഡെക്കിന് ഉള്ള ലൈറ്റുകളെല്ലാം ഇട്ട് ഇലിമിനേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. കാരണം മറ്റ് കപ്പലുകളൊക്കെ വരുമ്പം ഈ നങ്കൂരത്തിൽ കിടക്കുന്ന കപ്പലിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അവർ ഡെക്കിലുള്ള ലൈറ്റെല്ലാം ഇട്ട് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ കപ്പലിൻ്റെ പുറകുവശത്തേക്ക് പോകാം. പുറകിൽ എന്തൊക്കെ ലൈറ്റ്സാണ് നമ്മുടെ ഡെക്കിൽ ഇട്ട് വെച്ചേക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. നമ്മൾ മെയിൻ ഡെക്കിൽ ഇങ്ങനെ സൈഡിൽ ഇഷ്ടംപോലെ ലൈറ്റുകളുണ്ട്. ഇവിടെ ഇങ്ങനെ ട്യൂബ് ലൈറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൽ, അതാണ് ഏകദേശം ഏറ്റവും ഉയരമുള്ള സ്ഥലം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കിലെ ഇഷ്ടംപോലെ ലൈറ്റ്സുകൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ അത്ര മുകളിൽ നിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് എത്രമാത്രം ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെക്കിൽ വന്നിട്ട് ഡെക്കിൽ നിന്ന് കിട്ടുന്ന വ്യൂവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. സാധാരണയായിട്ട് കപ്പൽ പോർട്ടിലെത്തുന്ന സമയത്ത് രാത്രിയിൽ ഈ കണ്ടെയ്നർ ലോഡിങ്ങും ഡിസ്ചാർജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള പണിക്കാർ വന്നിട്ട് നമ്മുടെ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്തതിന് ശേഷം ലാഷ് ചെയ്യാനൊക്കെ ആയിട്ട്, അതിനെ സെക്യൂർ ചെയ്യാനായിട്ട്, അതിനെ കെട്ടിവെക്കാനായിട്ട്, അവർക്ക് വെട്ടം കാണാനായിട്ടാണ് ഇത്രയും ട്യൂബ് ലൈറ്റ്സ് കാര്യങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ എല്ലാം പിടിപ്പിച്ചേക്കുന്നത്. അതുപോലെ നമുക്കും ഈ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഈ ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ലാഷിംഗ് ബ്രിഡ്ജിലും 3 നിലകളുണ്ട്. അപ്പോൾ ഓരോ നിലയിലും 10 ട്യൂബ് ലൈറ്റ് വീതമുണ്ട്. അപ്പോൾ അതായത് ഒരു ലാഷിംഗ് ബ്രിഡ്ജിൽ തന്നെ 1, 2, 3 നിലകളിലായിട്ട് ടോട്ടൽ 30 ട്യൂബ് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനത്തെ 25 ലാഷിംഗ് ബ്രിഡ്ജാണ് ഈ കപ്പലിലുള്ളത്. അതായത് ഈ ക്രോസ് ഡെക്കിലുള്ള ട്യൂബ് ലൈറ്റിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 750 ലൈറ്റുകൾ വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഓരോ ഹാലജൻ ബൾബുകൾ ഓരോ ക്രോസ് ഡെക്കിലും ഇരുവശങ്ങളിലായിട്ടും ഹാലജൻ്റെ ബൾബുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് രാത്രി സമയത്ത് പോർട്ടിൽ കത്തിക്കുന്നത്. അതുപോലെ തന്നെ കപ്പൽ നങ്കൂരത്തിലിടുന്ന സമയത്ത് രാത്രി കത്തിക്കുക. അല്ലാതെ കപ്പൽ ഓടുന്ന സമയത്ത് ഈ ലൈറ്റുകളൊന്നും തന്നെ നമ്മൾ കത്തിക്കാറില്ല. അതിനുള്ള കാരണം അത് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കപ്പൽ ഓടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് മൊത്തത്തിൽ ഡാർക്കാക്കി ഇരുട്ടിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യത്തിനുള്ള ഈ നിയമപ്രകാരം ഓണാക്കി വെക്കേണ്ട ഈ കുറച്ച് നാവിഗേഷൻ ലൈറ്റ്സ് ഉണ്ട്. അത് മാത്രമേ ഓണാക്കാറുള്ളൂ. അപ്പം നങ്കൂരത്തിൽ കിടക്കുമ്പോഴും അതുപോലെ തന്നെ പോർട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ലൈറ്റുകളൊക്കെ നമ്മളിങ്ങനെ ഓണാക്കി ഇടാറുള്ളൂ. നമുക്കിനി കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്തേക്ക് പോകാം. അപ്പം ഈ താഴെ വരുമ്പം നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ഈ വലിപ്പം ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ മേളിൽ നോക്കുമ്പം എല്ലാം ചെറുതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമുക്ക് കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്തെ കാഴ്ചയും കൂടെ കണ്ടുവച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പം ഞാനീ പറഞ്ഞത് ക്രോസ് ഡെക്കിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ കപ്പലിൻ്റെ മെയിൻ ഡെക്ക്, അതിൻ്റെ സൈഡിലും നമ്മൾ നടന്നു പോകുന്ന സൈഡിലും ഇഷ്ടംപോലെ ട്യൂബ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് കപ്പൽ ഞങ്ങൾ താമസിക്കുന്ന ഓരോരുത്തരുടെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ ഒക്കെ പുറകിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. അപ്പം കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ്, ആ ഡെക്കിൽ നിന്നും പല ഫ്ലഡ് ലൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ലൈറ്റും നമ്മൾ ഒരു 90% ലൈറ്റെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 10% ലൈറ്റുകൾ നമ്മൾ ഓണാക്കാത്തത്, അത് നമ്മുടെ കപ്പലിൻ്റെ നാവിഗേഷൻ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നങ്കൂരട്ടെന്ന് വെച്ച്
ചുമ്മാ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. മറ്റ് കപ്പലുകളൊക്കെ സേഫായിട്ടാണോ നമുക്കിട്ട് തട്ടാതെ മുട്ടാതെയാണോ പോകുന്നതെന്നും അതുപോലെ നമ്മുടെ കപ്പൽ നങ്കൂരത്തിൽ മര്യാദയ്ക്ക് കിടപ്പുണ്ടോയെന്നും നോക്കേണ്ടത് ഡ്യൂട്ടി ഓഫീസറിൻ്റെ ജോലിയാണ്. 4 മണിക്കൂർ വീതം ഷിഫ്റ്റ് വീതം വെച്ചിട്ട് കപ്പൽ നങ്കൂരത്തിൽ കിടക്കുമ്പോഴും കപ്പലിൻ്റെ നാവിഗേഷൻ ബ്രിഡ്ജ് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ചില ലൈറ്റുകൾ, അതായത് പ്രത്യേകിച്ച് ഏറ്റവും മുൻവശത്തെ ഒരു മാസ്റ്റിൻ്റെ പുറകോട്ടുള്ള ഫേസ് ചെയ്തുള്ള കുറച്ച് ലൈറ്റുകളൊക്കെ നമ്മുടെ കാഴ്ചയെ ബാധിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം ഓഫ് ചെയ്തിടും. അപ്പോൾ നമ്മുടെ പുറത്തോട്ടുള്ള കാഴ്ചയെ ബാധിക്കാത്ത ലൈറ്റുകൾ മാത്രമാണ് നമ്മൾ ഓണാക്കി ഇടാറുള്ളൂ. നമുക്കിനി പുറകോട്ട് പോവാം. ഒത്തിരി ഇട്ടിങ്ങനെ എല്ലാം ഈ ഓരോ ക്രോസ് ഡെക്കിലെ ലൈറ്റുകളെല്ലാം തന്നെ സെയിമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് പുറകോട്ട് പോകുമ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം കൂടെ 25 ഡെക്കുകളുണ്ട്. ക്രോസ് ഡെക്ക് മുകളിലോട്ടുള്ള ഹൈറ്റല്ല ഉദ്ദേശിച്ച, ഇതിനൊരു ക്രോസ് ഡെക്ക് എന്ന് പറയാം, ലാഷിംഗ് ബ്രിഡ്ജ്. അപ്പം നമുക്ക് മൊത്തത്തിൽ 25 എണ്ണം ഉണ്ട്. അപ്പം ഇതെല്ലാം ഏകദേശം ഐഡൻറ്റിക്കലാണ്, ഒരുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കധികം സമയം കളയാതെ കപ്പലിൻ്റെ ഏറ്റവും പുറവശത്തോട്ട് പോകാം. ഇപ്പം നമ്മുടെ കപ്പൽ നങ്കൂരത്തിൽ കിടക്കുന്നതുകൊണ്ട് കപ്പലിൻ്റെ എൻജിൻ ഓഫാണ്. എന്നാൽ ജനറേറ്റർ എപ്പോഴും ഓണായി കിടക്കും. കാരണം നമുക്ക് പല ആവശ്യങ്ങൾക്കും ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. ലൈറ്റ് മാത്രമല്ല, പലതരം മെഷീനറീസൊക്കെ കപ്പൽ ഓഫായി കിടക്കുമ്പോഴും ആവശ്യമുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ എൻജിൻ റൂമിൻ്റെ അടുത്തൂടെ വരുമ്പോൾ എപ്പോഴും നല്ല സൗണ്ട് കിട്ടുന്നത്. കപ്പൽ ഓടുന്ന സമയത്ത് ഇതിലും കൂടുതൽ സൗണ്ടായിരിക്കും. നമ്മളങ്ങനെ നടന്ന് കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്തേക്ക് എത്തുവാണ്. നമ്മൾ അവസാനം കപ്പലിൻ്റെ ഏറ്റവും പുറകുവശമായ പൂപ്പ് ഡെക്കിൽ എത്തിച്ചേർന്നേക്കുവാണ്. ഈ ട്യൂബ് ലൈറ്റ്സ് മാത്രമല്ല, ഏറ്റവും മുൻവശത്തും അതുപോലെ ഇവിടെ പുറകുവശത്തൊക്കെ കുറേ ഫ്ലഡ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മളും ഏറ്റവും ഫ്രണ്ടിൽ മാസ്റ്റിൽ ഫ്ലഡ് ലൈറ്റ്സ് കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം നമ്മൾ രാത്രിയിൽ, ഇപ്പോൾ കപ്പലിൻ്റെ കാര്യത്തിൽ സമയം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 24 മണിക്കൂറിൽ എപ്പം വേണമെങ്കിലും കപ്പൽ ഒരു പോർട്ടിനുള്ളിലോട്ട് പോവുകയും അതുപോലെ അവിടുന്ന് ഡിപ്പാർച്ചറൊക്കെ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ ഈ കയറൊക്കെ വെച്ചിട്ട് കപ്പലിനെ പിടിച്ച് കെട്ടണമെങ്കിലോ അല്ലെങ്കിൽ കയറഴിച്ചിട്ട് കപ്പൽ ഒരു പോർട്ടിൽ നിന്ന് വിടണമെങ്കിലൊക്കെ രാത്രിയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇരുട്ടത്തൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെട്ടം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ ബൾബുകൾ കാര്യങ്ങളൊക്കെ എല്ലാം പിടിപ്പിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നങ്കൂരത്തിൽ കിടക്കുമ്പം കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്ത് നമ്മൾ നേരത്തെ ഒരു ലൈറ്റ് കണ്ടിരുന്നു, ഓൾ റൗണ്ട് 360 ഡിഗ്രിയുള്ള ഒരു വൈറ്റ് ലൈറ്റ്. അപ്പം അതിനേക്കാളും ലെവൽ താഴെയായിട്ട് കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്ത് ഒരു ലൈറ്റും കൂടെ വേണം. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും പുറകുവശത്ത് എത്തിച്ചേർന്നേക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു ലൈറ്റാണിത്. അപ്പം ഞാൻ നേരത്തെ ഫ്രണ്ടിലൊരു ലൈറ്റ് കാണിച്ചായിരുന്നു, 360 ഡിഗ്രി ഉള്ള ഒരു ലൈറ്റ്. അപ്പം അതിൻ്റെ ലെവലിൽ, അതിൻ്റെക്കാൾ ഹൈറ്റ് താത്തി 360 ഡിഗ്രിയിലുള്ള അത്രയും കിട്ടുന്ന വേറൊരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കപ്പലിൻ്റെ പുറകുവശത്തായിട്ടാണ്. കപ്പൽ നങ്കൂരത്തിൽ കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലൈറ്റ് ഓണാക്കാറുള്ളൂ. കപ്പൽ ഓടുന്ന സമയത്ത് ഈ സംഭവം ഓഫാക്കിയിട്ട് വേറെ നാവിഗേഷൻ ലൈറ്റ്സ് നമുക്ക് ഓണാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 2 സെറ്റ് ലൈറ്റ്സ് ഉണ്ട്. അത് 360 ഡിഗ്രി പുറത്തോട്ടുള്ള കാഴ്ചകൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും വേറെയാണ്. ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ നമുക്കത് ഓണാക്കാൻ അനുവാദമില്ല. നങ്കൂരത്തിൽ കിടക്കുമ്പം അതിനായിട്ട് പറഞ്ഞേക്കുന്ന ലൈറ്റുകൾ മാത്രം നമ്മൾ ഓണാക്കാറുള്ളൂ. ഇപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ജനറേറ്ററൊക്കെ കാണാനായിട്ട് ഇവിടെ എഞ്ചിൻ റൂമിൽ വന്നേക്കുവാണ്. അവിടെ എല്ലായിടത്തും ഇഷ്ടംപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ലൈറ്റ് മാത്രമല്ല, ഈ മെഷീനറീസിനൊക്കെ ഇഷ്ടംപോലെ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ആവശ്യമുണ്ട്. ലൈറ്റിനേക്കാളും ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിൽ നമ്മൾ കുറച്ച് ലൈറ്റ് ഇട്ട് വെക്കുമ്പം കപ്പലിൽ 1000-ന് മുകളിൽ ലൈറ്റുകൾ ഇപ്പം നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജനറേറ്ററിൻ്റെ കാഴ്ചകൾ പെട്ടെന്ന് കാണാം. നമുക്കതിന് വേണ്ടി എൻജിൻ കൺട്രോൾ റൂമിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ കപ്പലിൻ്റെ എൻജിൻ റൂമിൽ എത്തിയേക്കാണ്. എൻജിൻ റൂമിൽ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അലങ്കരിച്ചേക്കുന്നതല്ല, വെട്ടം കാണാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പം ജനറേറ്റർ ഓടുന്നത് കൊണ്ട് നല്ല സൗണ്ടാണ്. എന്തായാലും നമുക്ക് ജനറേറ്ററിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം. ഈ കപ്പലിൽ 4 ജനറേറ്ററുകളുണ്ട്. കപ്പലിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് ജനറേറ്ററുകളുടെ സൈസിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ജനറേറ്ററുകൾ
4800 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള ജനറേറ്ററുകളാണ്. 750 RPM ഈ ജനറേറ്ററുകൾ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ് അതിൻ്റെ അടുത്ത്. ഇപ്പോൾ കപ്പൽ നങ്കൂരത്തിൽ നിർത്തിയിട്ടേക്കുന്നത് കൊണ്ട് ഒരു ജനറേറ്റർ ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന ലൈറ്റുകളും മറ്റ് ചെറിയ മെഷീനറീസൊക്കെ ഉപയോഗിക്കാം. എന്നാൽ കപ്പൽ ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ കപ്പൽ കരയ്ക്കെടുക്കുന്ന സമയത്ത് കൂടുതൽ വൈദ്യുതി ആവശ്യമുണ്ട്. ബൗത്ത് ത്രസ്റ്റർ പോലുള്ള മറ്റ് മെഷീനറീസിനൊക്കെ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ 3 ജനറേറ്ററുകൾ വരെ ആ സമയത്ത് ഓടിക്കാറുണ്ട്. അതുപോലെ റീഫർ കണ്ടെയ്നർ, അതായത് ഫ്രിഡ്ജ് കണ്ടെയ്നറുകളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് അത് 440 വോൾട്ടിലാണ് വർക്കാകുന്നത്. അപ്പോൾ കൂടുതൽ റീഫർ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും. അപ്പോൾ കപ്പലിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ അടിസ്ഥാനത്തിലാണ് എത്ര ജനറേറ്ററുകൾ ഓടിക്കണം എന്നുള്ള കാര്യങ്ങൾ എഞ്ചിൻ റൂമിൽ ചീഫ് എഞ്ചിനീയർ തീരുമാനിക്കുന്നത്. അവിടെ നിന്നുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നേരെ ഹൈ വോൾട്ടേജ് മെയിൻ സ്വിച്ച് ബോർഡിലേക്ക് ചെന്ന് അതുവഴി നേരെ ട്രാൻസ്ഫോമർ റൂമിലേക്ക് എത്തുവാണ്. അവിടുത്തെ ട്രാൻസ്ഫോമേഴ്സ് എത്തുന്ന 6600 വോൾട്ട് വൈദ്യുതിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള 440 വോൾട്ടായിട്ടും 220 വോൾട്ടായിട്ടൊക്കെ ആയിട്ട് മാറ്റുന്നു. കപ്പലിലെ വലിയ വലിയ മെഷീനറീസിനൊക്കെ 440 വോൾട്ടാണ് ആവശ്യം. ബാക്കി നമുക്ക് ചെറിയ ലൈറ്റ് കാര്യങ്ങൾക്കൊക്കെ 220യും ലോ വോൾട്ടേജ് സ്വിച്ച് ബോർഡിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് എല്ലായിടത്തോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഡെക്കിലെ ലൈറ്റുകളാണ് മെയിനായിട്ട് കാണിച്ചത്. അത്രമാത്രമല്ല, കപ്പലിൽ പല ഭാഗങ്ങളിൽ ലൈറ്റുകളുണ്ട്. നമ്മുടെ ഈ കപ്പലിൽ 10 കാർഗോ ഹോൾഡുകളുണ്ട്. അതിനുള്ളിലും നമുക്ക് കുറേ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാബിനിലും അതുപോലെ പബ്ലിക് സ്പേസിലും ഇഷ്ടംപോലെ, എഞ്ചിൻ റൂമിലും തന്നെ പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഇത്രയും ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഡെക്കിൽ തന്നെ 1000 ട്യൂബ് ലൈറ്റുകളും എല്ലാം ഉണ്ട്. കൂടുതൽ റീഫർ കണ്ടെയ്നർ ഒക്കെ ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം കൂടുതലനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാറുണ്ട്. അനാവശ്യമായിട്ട് കൂടുതൽ ജനറേറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ കത്തേണ്ടി വരും, അത് കൂടുതൽ ചിലവാകും. അതുകൊണ്ട് നമുക്ക് ആവശ്യമനുസരിച്ച് മാത്രം, നമുക്ക് വീട്ടിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണല്ലോ നമ്മൾ സാധനങ്ങൾ ഓടിക്കുന്നത്. ആ ഒരു പോളിസി തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ലെഫ്റ്റ് പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. മാർച്ചിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.